10th പ്രിലിംസിൻ്റെ 11ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. 10 മോക്ക് ടെസ്റ്റ് എഴുതാത്തവർ അതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് പോകാം. അതിനു മുമ്പ് മിഷൻ LDC PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 1 മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 99 രൂപയാണ് അതിൻ്റെ മന്ത്ലി ഫീസാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10th പ്രിലിംസിൻ്റെ PDF നോട്ട് വേണമെന്നുള്ളവരെ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. അതുപോലെ 9496822117 നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഷവും തീയതിയും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, സെൻസസ് പ്രകാരം പ്രധാന തൊഴിലാളികൾ എന്നാൽ ഡാഷ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറെ കൃഷി ചെയ്യുന്ന കാപ്പി ഇനം ഏതാണ്? ഏറെയും കൃഷി ചെയ്യുന്ന കാപ്പി ഇനം. നാലാമത്തെ ചോദ്യം, ഒരു ജീവിയുടെ ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവിനെ പറയുന്നത് എന്ത്? അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ആയുർദൈർഘ്യം കൂടിയ ജീവി ഏത്? ആറാമത്തെ ചോദ്യം, അടുത്തിടെ അന്തരിച്ച വിശുദ്ധ കൈ എന്നറിയപ്പെടുന്ന ബാസ്കറ്റ് ബോൾ താരം ഏത് രാജ്യക്കാരനാണ്? ഏഴാമത്തെ ചോദ്യം, ഭൂട്ടാൻ വഴിയുള്ള സെക്കൻഡ് ഹാൻഡ് വാഹന കള്ളക്കടത്ത് തടയാനായി നടത്തിയ ഓപ്പറേഷൻ ഏത്? എട്ടാമത്തെ ചോദ്യം, ഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം? ഒൻപതാമത്തെ ചോദ്യം, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എത്ര സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വന്നത്? പത്താമത്തെ ചോദ്യം, 2025-26 സീസണിൽ ഇറ്റാലിയൻ സീരി എ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏത്? 11ാമത്തെ ചോദ്യം, ജല നിയമം, മലിനീകരണ തടയലും നിയന്ത്രണവും നിയമം നിലവിൽ വന്ന വർഷം എന്ന്? 12ാമത്തെ ചോദ്യം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? ONGC ആണ്, അതാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ഏതിനൊക്കെ തമ്മിലാണ്? 14ാമത്തെ ചോദ്യം, വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഒരുമിപ്പിക്കുകയും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകുകയും ചെയ്തു എന്ന് ഇന്ത്യൻ റെയിൽവേയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആര്? 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ കയറ്റുമതിയെ സഹായിക്കാനും അവയുടെ കയറ്റുമതി കൂടുതൽ മത്സരാത്മകമാക്കാനും വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് തുറന്ന ആകാശ നയം കൊണ്ടുവന്ന വർഷം എന്ന്? 16ാമത്തെ ചോദ്യം, ട്രോംബയിൽ രൂപീകൃതമായ അറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാബ അറ്റോമിക് റിസർച്ച് സെൻ്ററായി പുനർനാമകരണം ചെയ്ത വർഷം എന്ന്? 17ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയവരുടെ വിവരം താഴെ പറയുന്നതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? 19ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ബീഹാർ ഗാന്ധി സി കൃഷ്ണൻ നായർ, ബർദോളി ഗാന്ധി സി രാജഗോപാലാചാരി, ഡൽഹി ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വേദാരണ്യ ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ശരിയായത് ഏത്? ചേരുംപടി ചേർത്തിട്ട് ഓപ്ഷൻസ് നോക്കുക. ഓക്കെ, 20ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന്? 21ാമത്തെ ചോദ്യം, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി ആര്? 22ാമത്തെ ചോദ്യം, ചാലക്കുടി നദിയുടെ നീളം എത്ര? 23ാമത്തെ ചോദ്യം, 2026 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആര്? 24ാമത്തെ ചോദ്യം, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോ വർധനയുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? 25ാമത്തെ ചോദ്യം, തുല്യ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള രൂപം ഏത്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും.
ഓക്കെ, ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം. ആദ്യ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1991 ജൂലൈ 24. രണ്ടാമത്തെ ചോദ്യം: സെൻസസ് പ്രകാരം പ്രധാന തൊഴിലാളികൾ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. വർഷത്തിൽ 183 ദിവസമെങ്കിലും ജോലി ചെയ്യുന്നവരെയാണ് പ്രധാന തൊഴിലാളികളായിട്ട് കണക്കാക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ 2026-27 നടന്നുകൊണ്ടിരിക്കുന്നതോ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറെയും കൃഷി ചെയ്യുന്ന കാപ്പി ഇനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് അറബിക്ക. അടുത്ത നാലാമത്തെ ചോദ്യം: ഒരു ജീവിയുടെ ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവിനെ പറയുന്ന പേര് എന്തെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആയുർദൈർഘ്യം. ഓക്കെ, അടുത്ത അഥവാ ലൈഫ് സ്പാൻ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ ആയുർദൈർഘ്യം കൂടിയ ജീവി ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾ സിമ്പിളായിട്ട് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആമയാണ്. ഓക്കെ, ആമ. അടുത്ത ആറാമത്തെ ചോദ്യം: അടുത്തിടെ അന്തരിച്ച വിശുദ്ധ കൈ അഥവാ ഹോളി ഹാൻഡ് എന്നറിയപ്പെടുന്ന ബാസ്കറ്റ്ബോൾ താരം ഏത് രാജ്യക്കാരനാണെന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ് ബ്രസീൽ. അടുത്ത ഏഴാമത്തെ ചോദ്യം: ഭൂട്ടാൻ വഴിയുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കള്ളക്കടത്ത് തടയാനായി നടത്തിയ ഓപ്പറേഷൻ ഏത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ നംഖോർ. ഓർത്തിക്കുക, നംഖോർ. അടുത്ത എട്ടാമത്തെ ചോദ്യം: ഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ കളരിപ്പറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം ഏത്? ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഏതാണ്? ഓപ്ഷൻ സി ആണ് കേരളം. ഒൻപതാമത്തെ ചോദ്യം: 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എത്ര സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 102 സീറ്റുകൾ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് ഓർത്ത് വയ്ക്കുക. വി.ഡി. സതീശൻ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 13ാമത്തെ വ്യക്തിയാണ്. ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ലീക്കായ ക്വസ്റ്റ്യൻസിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, 16 നിയമസഭയുമായി ബന്ധപ്പെട്ട്. അപ്പം 16 നിയമസഭയും പഠിക്കാം, മന്ത്രിസഭയും പഠിക്കുക. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം: 2025-26 സീസണിൽ ഇറ്റാലിയൻ സിരി എ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇന്റർ മിലാൻ. മറന്നു വരുന്നത് ഇന്റർ മിലാൻ. 11ാമത്തെ ചോദ്യം: ജല നിയമം മലിനീകരണ തടയലും നിയന്ത്രണം നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1974. 12ാമത്തെ ചോദ്യം: ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ അതാ ONGC സ്ഥാപിതമായത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1956. 13ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെ തമ്മിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് അസമിലെ സിൽച്ചറിനെയും പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അസമിലെ സിൽച്ചർ. അടുത്ത 14ാമത്തെ ചോദ്യം: വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഒരുമിപ്പിക്കുകയും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകുകയും ചെയ്തു എന്ന ഇന്ത്യൻ റെയിൽവേയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഗാന്ധിജിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, എന്നാൽ റെയിൽവേ കൊണ്ടുവന്നത് ഡൽഹൌസിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം: ഇന്ത്യൻ കയറ്റുമതിയെ സഹായിക്കാനും അവയുടെ കയറ്റുമതി കൂടുതൽ മത്സരാത്മകമാക്കാനും വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് തുറന്ന ആകാശ നയം കൊണ്ടുവന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1992. 16ാമത്തെ ചോദ്യം: ട്രോംബെയിൽ രൂപീകൃതമായ അറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാവ അറ്റോമിക് റിസർച്ച് സെൻ്ററായി പുനർനാമകരണം ചെയ്ത വർഷം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 1967. 17ാമത്തെ ചോദ്യം: 1857 വിപ്ലവത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയവരുടെ വിവരം താഴെ പറയുന്നത് തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോട്ട ജയ്ദയാൽ ശരിയാണ്. ഹരിയാന റാവു തുലാറാം ശരിയാണ്. ബീഹാറിലെ കൻവർ സിംഗ് ശരിയാണ്. അലഹാബാദ് ഫിറോസ് ഷാ മേത്ത തെറ്റാണ്. അലഹാബാദിൽ നേതൃത്വം നൽകിയതാരാ? ലിയാഖത്ത് അലി. ലിയാഖത്ത് അലിയാണ്. ഓക്കെ, ഓർത്തേക്ക്. അലഹാബാദിൽ നേതൃത്വം നൽകിയ ലിയാഖത്ത് അലി എന്ന് ഓർത്തേക്ക്. അടുത്ത ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് 9. അടുത്ത 19ാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കുക എന്നാണ് ചോദിക്കുന്ന ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഏത് A3 വരുന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ A3 വരുന്ന ഓപ്ഷൻ ഫസ്റ്റ് തന്നെ എടുക്കാം. സി ആണ് വരുന്നത്. വേറെ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് എളുപ്പത്തിൽ കണ്ടെത്താം. ഓപ്ഷൻ സി ആണ്. ഒന്നും കൂടെ നോക്കാം. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ B4 കറക്റ്റാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന C കൃഷ്ണൻ നായർ സി എന്താണ്? C1 കറക്റ്റാണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന C രാജഗോപാലാചാരി. ഓക്കെ, D2 കറക്റ്റാണ്. അടുത്ത ഓപ്ഷൻ സി ആണെന്ന് ഓർത്തിക്കുക. അടുത്ത അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം
എന്താണ്? ജൂൺ 26 ഓപ്ഷൻ സി ആണ്. അത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. ചോദ്യങ്ങൾ എക്സാമിനുണ്ടാവും. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കേരള പോലീസിൻ്റെ ലഹരി വിരുദ്ധ പ്രോജക്റ്റാണ്, ഓപ്പറേഷനാണ്. ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി RC അഥവാ രമേശ് ചെന്നിത്തല. അതുപോലെ തന്നെ കേരള എക്സൈസിൻ്റെ പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ തണ്ടർ. ഓപ്പറേഷൻ തണ്ടർ. കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം ലിജു. മറന്നു വരുത്, എം ലിജു. ഓക്കെ, അടുത്ത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഡോക്ടർ അനിൽ മേനോൻ. ഓക്കെ, പാലക്കാട് സ്വദേശിയാണ് അനിൽ മേനോൻ എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കാം. അടുത്ത് ചാലക്കുടി നദിയുടെ നീളം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 145.5 കിലോമീറ്ററാണ് ചാലക്കുടി പുഴയുടെ നീളം. അടുത്ത് 23ാമത് ചോദ്യം. 2026 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കിലിയൻ എംബാബെ. ഓക്കെ, കിലിയൻ എംബാബെ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസിൻ്റെ താരമാണ് കിലിയൻ എംബാബെ എന്ന് പറയുന്നത്. ഇപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് നേടിയ ടീം എന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സ്പെയിൻ. ഓക്കെ, റണ്ണറപ്പ് ആയത് അർജൻറ്റീനയാണെന്ന് ഓർത്ത് വയ്ക്കുക. അർജൻറ്റീനയാണ് റണ്ണറപ്പ് ആയത്, ജയിച്ചത് സ്പെയിൻ ആണെന്ന് മറന്നു പോകാതെ പഠിച്ചു വയ്ക്കുക. ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാബെ, ഫ്രാൻസുകാരനാണെന്ന് വയ്ക്കുക. 3ാം സ്ഥാനം നേടിയത് ഇംഗ്ലണ്ട് ആണെന്ന് ഓർത്ത് വയ്ക്കുക. 3ാം സ്ഥാനം നേടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ആരെ തോപ്പിച്ചു? ഫ്രാൻസിനെ തോപ്പിച്ചിട്ടാണ് ഇംഗ്ലണ്ട് 3ാം സ്ഥാനം നേടിയത് ഓർത്ത് വയ്ക്കുക. നടന്ന 3 രാജ്യങ്ങളാണ് 2026 ഫിഫ വേൾഡ് കപ്പ്. മെക്സിക്കോ, USA, കാനഡ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് 24ാം ചോദ്യം. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോയുടെ വർധനയുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ ഈ പോയ ആളുടെ ഭാരം പ്ലസ്. ഓക്കെ, എങ്ങനെ കണ്ടെത്താം? പോയ ആളുടെ ഭാരം പ്ലസ്, അതായത് അടുത്ത് അംഗസംഖ്യ. എത്ര പേരുണ്ട്? അംഗസംഖ്യ. പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ഓക്കെ, ഇതാണ് നമ്മുടെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോയ ആളുടെ ഭാരം നമുക്ക് എത്രയും അറിയാം? 50 എന്നറിയാം. പ്ലസ് അപ്പോൾ അടുത്ത് അംഗസംഖ്യ എത്രയാണ്? 10 പേര്. അപ്പോൾ 10 ഇൻറ്റു ശരാശരി വ്യത്യാസം എത്രയാണ്? 2. ഇത് ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തോടുക, അല്ലാതെ തെറ്റിപ്പോവും കേട്ടോ. ബോഡ് മാസ് റൂൾ പ്രകാരം എന്താ? ആദ്യം ഇൻറ്റു ചെയ്യണം. 50 പ്ലസ് 10 ഇൻറ്റു 2. 10 ഇൻറ്റു 2 എത്രയാണ്? 20 എന്ന് കിട്ടും. 50 പ്ലസ് 10 ഇൻറ്റു 2 20 എന്ന് കിട്ടും. അപ്പോൾ എത്രയെന്ന് കിട്ടും? 70 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ മറന്നു പോരുത്. പോയ ആളുടെ ഭാരം പ്ലസ് എന്ത് ചെയ്യുക? അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, എളുപ്പത്തിൽ കണ്ടെത്താൻ. അടുത്ത 25ാം ചോദ്യം. തുല്യ ചുറ്റുളവുള്ള ദ്വിമാന രൂപങ്ങൾ. തുല്യ ചുറ്റുളവ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പെരിമീറ്റർ. ദ്വിമാന രൂപം എന്ന് വെച്ചാൽ 2D ഷേപ്പ്. ഓക്കെ, 2D ഷേപ്പുള്ള ഏറ്റവും അധികം വിസ്തീർണം മീൻസ് ഏരിയ ഉള്ള രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സർക്കിളാണ്. ഓക്കെ, ഇപ്പോൾ ഇത് കണക്കിലൊരു തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടെത്തുന്നത്. ഏത് തിയറി എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഐസോപെരിമെട്രിക് തിയറം കേട്ടോ. കണക്കിലെ ഐസോപെരിമെട്രിക് തിയറം പ്രകാരമാണ് എന്ത് ചെയ്ത് തുല്യ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിലെ ഏറ്റവും വിസ്തീർണമുള്ള രൂപം സർക്കിളാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. 25ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിനു മുമ്പ് എക്സാം എഴുതാത്തവർ എക്സാമുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. LDC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ LDC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. ഓക്കെ, അടുത്ത എക്സാമിൽ വീണ്ടും കാണാം. താങ്ക് യു.